ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു, കാൽവരി മലമേ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു, കരുണയിൻ മുഖം കണ്ടു, കാൽവരി മലമേ. കാൽവരി മലമേ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, കാൽവരി മലമേ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു, കാൽവരി മലമേ. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നത് കേൾക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കഴിക്കുന്ന ഒരു അപേക്ഷയാണ്. ഈ ഭാഗത്ത് 2 നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സഭയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരോടുള്ള വിശ്വാസികളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, അവരോടുള്ള വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണം, അവരെക്കുറിച്ചുള്ള വിശ്വാസികളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം. ആദ്യമായിട്ട് ഈ വിശ്വാസികളുടെ ഇടയിൽ ആക്കി വച്ചിരിക്കുന്ന മൂപ്പന്മാര്, ശുശ്രൂഷകന്മാര് അവരെന്ത് ചെയ്യണം? നിങ്ങളുടെ അധ്വാനിക്കണം. ഒരു അധ്വാനം അവർക്ക് ആവശ്യമാണ്. 2, കർത്താവിൽ നിങ്ങളെ ഭരിക്കണം. 3, പ്രബോധിപ്പിക്കണം. ഈ 3 കാര്യങ്ങളാണ് ദൈവദാസന്മാർ, സഭാമൂപ്പന്മാർ ചെയ്യേണ്ടത്. വിശ്വാസികളുടെ പ്രതികരണം ഇവിടെ നാം വായിക്കുന്നു. അവരെ അറിയണം, അവരുടെ വേല നിമിത്തം അവരെ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. മാത്രമല്ല, തമ്മിൽ സമാധാനം ആയിരിക്കണം. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുക. എന്താണ് ഈ അധ്വാനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 തീമോത്തിയോസിലേക്ക് വരുമ്പോൾ, അവിടെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. അപ്പോൾ ഇവിടെ അധ്വാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ അധ്വാനം വചനത്തിലും ഉപദേശത്തിലുള്ള അധ്വാനമാണ്. വചനം പഠിക്കുക, വചനത്തിൻ്റെ ശരിയായ സത്യങ്ങൾ മനസ്സിലാക്കുക, ഗ്രഹിക്കുക, അതിനുവേണ്ടിയുള്ള അധ്വാനം. അതിനുവേണ്ടി അധ്വാനിക്കുന്ന മൂപ്പന്മാര്, അത് മറ്റുള്ളവരെ പഠിച്ച് നന്നായിട്ട് പഠിപ്പിക്കുക. സഭയിൽ വന്ന എന്തെങ്കിലും പ്രബോധിപ്പിക്കുകയോ എന്തെങ്കിലും സമയം കളയാൻ വേണ്ടി പറയുന്നവരല്ല. ദൈവവചന സത്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അറിയിക്കുന്നതായ മൂപ്പന്മാര്, അവരുടെ അധ്വാനം. മാത്രമല്ല, എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ വായിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് കൊടുക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇവരെ ചെയ്യുന്ന മറ്റൊരു കാര്യം, 1, വചനം കഠിനാധ്വാനം ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. 2, ഈ ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുക, പ്രാർത്ഥിക്കുക. അവർ ദൈവത്തിന് വേണ്ടി
ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി ആ ഭാരത്തോടും ആവശ്യബോധത്തോടും കൂടി വിശ്വാസികളുടെ ആത്മീയ പൂർത്തിക്കായിട്ടും ആരെങ്കിലും പിന്മാറ്റി പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരുവാനും, സഭയിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുവാനും വേണ്ടി വളരെ ആത്മാർത്ഥമായി, വളരെ ഭാരത്തോടെ, വളരെ ആവശ്യബോധത്തോടെ, വളരെ ഹൃദയ തകർച്ചയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു അധ്വാനം തന്നെയാണ്. മാത്രമല്ല ഭൗതികമായിട്ടും ആളുകളുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുക, സഹായിക്കുക, അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക, അവരെ കണ്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുക. ഇങ്ങനെ വലിയൊരു അധ്വാനമുള്ള ഒരു കാര്യമാണ്. ഞായറാഴ്ച ഒരു ദിവസം വന്ന് കർത്തൃമേശ നടത്തി പോകുക മാത്രമല്ല മൂപ്പന്മാരുടെ ഉദ്ധാനം. ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വചനം പഠിപ്പിക്കുകയും അവരെ സന്ദർശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട വലിയ ഒരു ദൗത്യമാണ് ദൈവദാസന്മാർക്കുള്ളത്. ആ അധ്വാനം ദൈവദാസന്മാര് മൂപ്പന്മാർ നടത്തുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ ഇടയാകണം. അടുത്തതായിട്ട് കർത്താവിൽ നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വഴിയിലൂടെ അവരെ നടത്തുക. തെറ്റിപ്പോകാതെ വണ്ണം അവരെ വചനത്തിന്റെ വഴിയിലൂടെ തെറ്റുകാരെ ചൂണ്ടിക്കാണിക്കുക, ശരിയല്ലാത്ത കാര്യം ചെയ്യുന്നവരെ തർജ്ജനം ചെയ്യുക, അവരെ യഥാസ്ഥാനപ്പെടുത്തുക. അതിന് മൂപ്പൻ ആദ്യം ശരിയായിട്ടുള്ള വഴികൾ സഞ്ചരിക്കുന്നവനായിരിക്കണം. മൂപ്പൻ മാതൃകയായിരിക്കണം. മൂപ്പൻ മാതൃകയായിരുന്നുകൊണ്ട് മറ്റുള്ളവരെ ആ മാതൃകയിലേക്ക് നടത്തണം, ഭരിക്കണം. ഭരണമുണ്ട്. പലരും ചിന്തിച്ചിരിക്കുന്നത് മൂപ്പന്മാരുടെ സഭയെ ഭരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. സഭാഭരണമുണ്ട്. അത് ഇടവകളുടെ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഇടവകൾക്ക് മാതൃകയായിരുന്നുകൊണ്ട് അധ്യക്ഷനെന്ന് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് അവരെ പ്രബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആശ്വാസത്തിനായിട്ട്, പ്രോത്സാഹനത്തിനായിട്ട്, ശരിയായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമുക്കറിയാം. ആശ്വാസപ്രദൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയുള്ള പ്രബോധനമേ ആശ്വാസം നൽകത്തുള്ളൂ. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട് ദൈവത്തിനെ പ്രബോധിപ്പിച്ച് അവരെ ശരിയായിട്ടുള്ള വഴി നടത്തുവാൻ ഇടയാക്കണം. ആ വേല നിമിത്തം വിശ്വാസം എന്ത് ചെയ്യണം? അവരെ അറിയണം. ശരിയായിട്ടുള്ള നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവമാക്കി വെച്ചിട്ടുള്ളവരെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുടെ സാമ്പത്തികമായ അവസ്ഥ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് ചെയ്യാറുണ്ടോ? അവരെ കുറ്റം പറയുന്നവരായിട്ടല്ല, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. അവർ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവരുടെ വേല നിമിത്തം, അവർ ഈ ചെയ്ത കാര്യങ്ങൾ നിമിത്തം എന്ത് ചെയ്യണം? ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ കരുതണം, അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. അവർക്ക് നിരന്തരമായി നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക, അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുക, അവരുടെ ആവശ്യങ്ങളിൽ ചെന്ന് സഹായിക്കുക. ഇതൊക്കെ വലിയ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. മാത്രമല്ല അവസാനമായിട്ട് പറയുകയാണ്, തമ്മിൽ സമാധാനത്തോടെ ഇരിപ്പിൻ. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അന്യോന്യം സമാധാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, വിഭജനം ഉണ്ടാക്കി, ഭിന്നതയുണ്ടാക്കി മൂപ്പന്മാർക്ക് തലവേദന ഉണ്ടാക്കുന്നവരായിട്ട് തീരുവാൻ ഇടയാകരുത് എന്ന് വിശ്വാസികൾ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? മൂപ്പന്മാരെ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? അതുപോലെ വിശ്വാസികളെ, മൂപ്പന്മാരോട് നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? അവരുടെ കുറവുകളെ കാണാതെ അവരുടെ നല്ല വശങ്ങളെ കാണുവാനും അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ സമീപിക്കുവാനും സ്നേഹത്തോടെ അവരുടെ കുറവുകൾ പറഞ്ഞു കൊടുക്കുവാനും ഇടയാകണം. അങ്ങനെ മൂപ്പന്മാരും വിശ്വാസികളും ഒരു മനസ്സോടുകൂടി അന്യോന്യം സ്നേഹത്തിൽ, ഐക്യത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുകാൽക്കരങ്ങൾ മൂന്നാളികളാൽ തറഞ്ഞു നിന്നപ്പോൾ, തിരുകാൽക്കരങ്ങൾ
സ്നേഹം